എനിക്ക് നോട്ട്ബുക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം അതിൽ ആക്ച്വലി നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത, ആ 3 പേരിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളായിരുന്നു പാർവതി. ആൻഡ് സർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പാർവതി. ഇപ്പോഴത്തെ പാർവതി ആൻഡ് അന്നത്തെ പാർവതി, സർ ആക്ച്വലി ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ പാർവതിയിൽ നിന്നും? വെരി ടാലൻറ്റഡ് പേഴ്സൺ. ഞാനല്ല, അവർ അതിനു മുമ്പ് ഒരു പടത്തിൽ സിലബസ്, ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇപ്പം റോമ, മറിയ, പാർവതി 3 പേരും ഇൻ്റർവ്യൂവിൽ വന്നു. അതിൽ 5000-ഓളം സ്റ്റുഡൻസിൽ നിന്നാണ്, ആൾക്കാരിൽ നിന്നാണ് അവരെ സെലക്ട് ചെയ്തത്. എന്നാൽ പൂജ കൃഷ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ചെയ്യാൻ കുറച്ച് ടാലൻറ്റും കൂടി വേണം. കാരണം അതിൽ എല്ലാ കോൺഫ്ലിക്റ്റും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് പിന്നെ പെർഫോം ചെയ്യേണ്ടത്. സേറയ്ക്ക് ഒരേ പെർസ്പെക്റ്റീവിൽ നിന്നാലും മറ്റാളുടെ ഉള്ളിലുള്ള എല്ലാ ഇൻഹിബിഷൻസും, ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ചിന്ത വേണം, ഒരു കുറ്റം ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലം വേണം, ഒക്കെ വേണം. ഇതെല്ലാം വരുന്നൊരു ഒരു ഡിഫറെൻറ്റ് മോഡുലേഷനും ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റും ഒക്കെയുള്ളൊരു സാധനം. ഇൻറ്റീരിയറാണ് കൂടുതൽ. നമ്മൾ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എന്ന് പറയുന്ന പോലെ ആ ക്യാരക്ടറിൻ്റെ ഇൻറ്റീരിയറിലാണ് കൂടുതലും പ്ലേ ചെയ്യേണ്ടത്. അതിൽ അവർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർവതിയെ കാണാറുണ്ട്? ഇല്ല, ഞാനിപ്പോൾ സിനിമ കണ്ടു. സിനിമയിൽ ബിസിയല്ല എല്ലാവരും.